സംസ്ഥാനത്തെ ഏലം ലേലവില 5 രൂപയാക്കി ഉയർത്തിയതിനെ തുടർന്നാണ് ഇടുക്കിയിലെ ഏലം ലേലം മുടങ്ങിയത്. മുൻപ് ഇത് 50 പൈസയായിരുന്നു. ലേലത്തുക കുറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 10 രൂപയാക്കി ഉയർത്താൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ വ്യാപാരികളും സ്പൈസസ് ബോർഡും തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്ന് ഇത് 5 രൂപയാക്കി മാറ്റുകയായിരുന്നു. ലേലത്തുക നിശ്ചയിച്ചെങ്കിലും വ്യാപാരികൾ കൂട്ടമായി ലേലം ബഹിഷ്കരിക്കുകയാണെന്ന് കർഷകർ ആരോപിക്കുന്നു. ഇതിനകത്ത് ഞങ്ങൾക്ക് താങ്ങാൻ മേലാത്തൊരു നിർദ്ദേശമാണ് ഈ നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുറെ അതിനകത്തൊരു വിട്ടുവീഴ്ച ചെയ്യണമെന്നൊരു മനോഭാവം കച്ചവടക്കാരുടെ സംഘടന ആ രീതിയിലുള്ള ഒരു നീക്കം നടത്തിയില്ല. 25-ാം തീയതി മുതൽ ലേലം ബഹിഷ്കരിക്കുന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതിനകത്ത് തമിഴ്നാട്ടിലെ കച്ചവടക്കാർ മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള കച്ചവടക്കാരടക്കം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ലേലം ബഹിഷ്കരിക്കുന്ന നിലപാടിലേക്കാണ് വന്നത്. നിലവിൽ 8 കമ്പനികൾക്കാണ് ലേലത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ളത്. ഇവരും 50ഓളം വരുന്ന കച്ചവടക്കാരും ചേർന്ന് ഏലത്തിന്റെ വില നിശ്ചയിക്കുന്ന രീതിയാണ് നിലവിലുള്ളതെന്ന ആരോപണവും കർഷകർ ഉന്നയിക്കുന്നു. കൂടുതൽ കമ്പനികൾക്കും കർഷകർക്കും വ്യക്തികൾക്കും ലേലത്തിന് ലൈസൻസ് നൽകിയാലേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ. അശാസ്ത്രീയമായ നികുതി ഘടനയാണ് കേരളത്തിൽ നിന്ന് ലേല പങ്കാളിത്തം കുറയാനുള്ള കാരണം. ഇത് പരിഹരിക്കണം. ഇതിനൊപ്പം 1987-ലെ ലേലച്ചട്ടങ്ങളിൽ ഭേദഗതികൾ വരുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കൃഷിച്ചെലവിലുണ്ടായ വർധനയും കാലാവസ്ഥാ വ്യതിയാനത്താൽ ഉൽപാദനം കുറഞ്ഞതും മൂലം പ്രതിസന്ധിയിലായ കർഷകർക്ക് ലേലം മുടങ്ങിയത് ഇരുട്ടടിയായിരിക്കുകയാണ്. ഇന്ത്യ വിഷൻ, ഇടുക്കി.